Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. 2023 ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇതിന് മുമ്പത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് റീഫാബ് ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിന് ശേഷം ലാപ്ടോപ്പിനെ കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനത്തെ നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബന്ധുക്കൾ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. പണ്ടൊക്കെ വലിയ വലിയ ബിസിനസ്സുകാരുടെ അടുത്തും അല്ലെങ്കിൽ വലിയ പ്രൊഫഷണൽസിൻ്റെ അടുത്തും IT പ്രൊഫഷണൽസിൻ്റെ അടുത്തും മാത്രം കണ്ടിരുന്നുള്ള ഒരു ഡിവൈസ് ആയിരുന്നു ലാപ്ടോപ്പ്. കൊറോണ വന്നതിന് ശേഷം ഇന്ന് കുട്ടികളുടെ അടുത്ത് വരെ ലാപ്ടോപ്പായി, നമുക്കറിയാം. അതേപോലെ തന്നെ ഓഫീസിൽ തന്നെ എല്ലാ ഗ്രേഡിലുള്ള ആൾക്കാർക്കും നമ്മളിപ്പോൾ ലാപ്ടോപ്പ് എല്ലാ ഓഫീസിലും പ്രൊവൈഡ് ചെയ്യാനും തുടങ്ങി. അങ്ങനെ വന്നപ്പം ഒരു സാധാരണക്കാരൻ്റെ നിത്യോപയോഗ വസ്തുവായി ലാപ്ടോപ്പും മാറി. നമ്മുടെ ലാപ്ടോപ്പ്. ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് കിട്ടില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ കംപ്ലയിൻറ്റ്സ് വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ ആദ്യ കാര്യം പറയുന്നത് പലർക്കുള്ളൊരു സംശയമാണ്, അതാണ് ഇവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അതായത് ചാർജ് കുത്തിയിട്ടിട്ട്, ഇതിലിപ്പോൾ ചാർജർ കണക്റ്റഡ് ആണ്, ചാർജർ കണക്ട് ചെയ്തിട്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പാടും. പല ആൾക്കാരും ഇന്ന് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം അത് ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ആണോ, കാരണം മൊബൈലിൽ നമ്മൾ ചാർജ് കുത്തി യൂസ് ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ലാപ്ടോപ്പ് ചാർജിൽ കുത്തിയിട്ട് യൂസ് ചെയ്യുന്നത്? അതിനുള്ള മറുപടി, ലാപ്ടോപ്പിൻ്റെ വരുന്നത് ചാർജറല്ല, അത് SMPS ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ വരുന്ന പോലത്തെ SMPS ആണ് ലാപ്ടോപ്പിൽ വരുന്നത്. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ കറക്റ്റ് ക്ലാരിഫിക്കേഷൻസ് വിത്ത് ഡയഗ്രാം ഞാൻ തരാം. കാരണം ഞാൻ ലാപ്ടോപ്പ് എഞ്ചിനീയറിങ് കഴിഞ്ഞതാണ്. അപ്പം ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ആൾ ഗ്രാഫിക് ഡിസൈനറാണ്. ആൾ ഒരു ലാപ്ടോപ്പ് വാങ്ങി, അതായത് അസൂസിൻ്റെ റോഗ് സീരീസ് ഹൈ എൻഡ് PC വാങ്ങി. ഇപ്പോൾ ഒരു 3 months ബാക്ക്. ആൾ പറയുക, സാധാരണ ഗ്രാഫിക് കാർഡിൻ്റെ ഒരു പെർഫോമൻസും കിട്ടുന്നില്ല, എന്താ കാര്യം? അപ്പോൾ എനിക്ക് ഈ ഒരു സംശയം തോന്നി, ചാർജർ കുത്താണ്ടായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ചാർജർ കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ SMPS കണക്ട് ചെയ്തിട്ടാണോ നിങ്ങൾ യൂസ് ചെയ്തത്? അല്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ലാപ്ടോപ്പിന് കേടാന്ന് ഇന്ന വ്ളോഗർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയാളുടെ കാണണ്ട, എൻ്റെ കാണ്. കാരണം അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ ആ ആളെയും പറയണ്ടേ, ഈ ആളെയും പറയുന്നില്ല. ഇങ്ങനെ ഒരു ടോക്ക് വന്നു. അപ്പോൾ എന്താ കാര്യം പറഞ്ഞപ്പോൾ അത് കുറേ ആൾക്കാർക്ക് ഈ സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ വന്നപ്പം അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ, ചാർജർ കണക്ട് ചെയ്യുമ്പോൾ പെർഫോമൻസ് കിട്ടില്ല. പക്ഷേ ഗ്രാഫിക് കാർഡ് ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഗെയിമിംഗ് സീരീസ് വിത്ത് ചുറ്റും ലൈറ്റ്, നമ്മുടെ ഉണ്ടല്ലോ, നമ്മൾ കളിയാക്കി പറയും മഞ്ചേരി ബസ്, മലപ്പുറം ബസ് ഒക്കെ പറയുന്ന അങ്ങനത്തെ ബസ്സുകളുടെ ലൈറ്റ് പോലെയുള്ള ഗ്രാഫിക് കാർഡുള്ള ലാപ്ടോപ്പ് ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പവർ സോഴ്സ്, ഇതാകുമ്പോൾ ഡയറക്റ്റ് പവറാണ് നമ്മുടെ അഡാപ്റ്ററിൽ കൂടെ വരുന്നത്. അത് ബാറ്ററി ആയിട്ട് ഒരു ഇഷ്യൂവും ഇല്ല, ഡയറക്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ പവർ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓവർ ചെയ്യുക ചെയ്യുക. 100% ചാർജിങ് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ UPS വെച്ച പോലെ തന്നെ അങ്ങനെ വരുമ്പോൾ എന്തായാലും എന്നാൽ മാത്രമേ ലാപ്ടോപ്പിൽ, ഗ്രാഫിക് കാർഡ് ഇട്ടിട്ടുള്ള ലാപ്ടോപ്പിൽ ഫുൾ പെർഫോമൻസും കാര്യങ്ങൾ കിട്ടുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ അയ്യോ ഇന്ന ആളുടെ കണ്ടിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇതൊരു പോയിൻ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കാരണവശാലും ലാപ്ടോപ്പ് ചാർജ് ചെയ്തിട്ടേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചാർജ് ഒരിക്കലും ഡ്രെയിൻ ചെയ്തിട്ട് 20% താഴെ ലാപ്ടോപ്പിൽ എത്തരുത്. അത് ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ലൈഫിന് തകരാറിലാക്കും. ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു പോയിൻ്റ്, ലാപ്ടോപ്പ് പേരിൽ ലാപ്പ് എന്ന് പറഞ്ഞാൽ മടിത്തട്ട്. ഒരു കാരണവശാലും നമ്മുടെ മടിത്തട്ടിൽ വെച്ച് ലാപ്പ് യൂസ് ചെയ്തത് അത് നമുക്ക് പല ക്യാൻസറും കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും നമ്മൾ ബെഡിൽ വെച്ചിട്ട് യൂസ് ചെയ്യരുത്. ബെഡിൽ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പിൻ്റെ അടിഭാഗത്താണ് ഇതിൻ്റെ കൂളിംഗ് എലമെൻറ്റ്, അതായത് ഫാനൊക്കെ വരുന്നത്, എയർ വെൻസും വരുന്നത്.
ഇത് നമ്മൾ അതിൻ്റെ 4 കാലിൽ കറക്റ്റായിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാൻഡിലായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തുണിയൊക്കെ കയറിയിട്ട് ഹീറ്റ് ആവാനും അത് ബ്ലാസ്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്, പുക വരാൻ. അതിന് നൂലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ വുളൻ ബെഡ്ഷീറ്റിലൊക്കെ ആണെങ്കിൽ നൂലൊക്കെ അതിൽ കുടുങ്ങും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് തന്നെയാണ് പറഞ്ഞാൽ മടിയിൽ വെച്ചിട്ട് യൂസ് ചെയ്യരുത്. ഒരു സ്റ്റാൻഡ്, ഇപ്പോൾ ലാപ്ടോപ്പ് കൂളിംഗ് ഫാനൊക്കെ ഉള്ള ടൈപ്പ് സ്റ്റാൻഡുകളുണ്ട്, അത് വാങ്ങി യൂസ് ചെയ്യുക. ഇതാണ് അതിൽ വരുന്ന ഏറ്റവും വലിയ പോയിന്റ്. പിന്നെ അടുത്തത്, ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ ലാപ്ടോപ്പ് വെച്ചിട്ട് ലാപ്ടോപ്പിൻ്റെ അടുത്ത് ഒരു ഡൈനിങ് ടേബിൾ ആക്കരുത്. ആക്കി കഴിഞ്ഞാൽ വല്ല വെള്ളമൊക്കെ തട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പ് പണി കിട്ടും. ഇപ്പോൾ നമ്മുടെ സാധാരണ കീബോർഡ് പോണ പോലെയല്ല, ഈ ലാപ്ടോപ്പിൻ്റെ കീബോർഡൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ അത് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ഏറ്റവും മേജറായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ലാപ്ടോപ്പ് ഒരിക്കലും ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുള്ള സ്ഥലങ്ങളിൽ, അധികം പവർ റൂംസ്, UPS റൂംസ്, അങ്ങനത്തെ സ്ഥലത്ത് യൂസ് ചെയ്യാത്തതാണെന്നല്ല, അതിൻ്റെ ഉള്ളത്തെ സർക്യൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഇഷ്യൂസ് വരും. ഇതാണ് നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യണവർ ശ്രദ്ധിക്കേണ്ട മേജർ തിങ്. ഇതിൽ ഏതെങ്കിലും പോയിന്റ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഇതിൻ്റെ ഒരു പാർട്ട് 2 വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.